നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. അപ്പോൾ ഇതെന്താണ്? ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് വെർബുകൾ കാണാൻ പറ്റും, തിങ്കും അതുപോലെ തന്നെ ആറും. ഈ തിങ്കിനകത്ത് ഡു എന്ന് പറയുന്ന സഹായക്രിയയുണ്ട്. ഇവിടെ ആറ് നമുക്ക് നേരിട്ട് കാണാനും കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് സഹായക്രിയയാണ് എടുക്കേണ്ടത്? ഡു ആണോ അതോ ആറാണോ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് ഏത് സെൻറ്റൻസിലാണ്? കോംപ്ലക്സ് സെൻറ്റൻസിലാണ്. അപ്പോൾ അതായത് ഈ തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് സെൻറ്റൻസാണ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് സെൻറ്റൻസാണ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്. സാധാരണ ഇത്തരത്തിലൊരു കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മെയിൻ ക്ലോസിൻ്റെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ യു തിങ്ക് ആണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ഓക്കെ, യു ആർ ബ്രില്യൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ്. എന്താണ് മെയിൻ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെയിൻ ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ അവിടെ പൂർണ്ണമായ അർത്ഥം കാണും ആ ഭാഗത്ത്. ക്ലോസ് നമുക്കറിയാമല്ലോ, സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തെ നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ പൂർണ്ണമായൊരു അർത്ഥം ഉണ്ടാകും. അതായത് അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ അർത്ഥം പൂർണ്ണമാകുന്നു. എന്നാൽ സബോർഡിനേറ്റ് ക്ലാസിൻ്റെ പ്രത്യേകത എന്താ? അത് ഡിപ്പെൻഡൻ്റ് ആണ്, അത് ആശ്രയിച്ച് നിൽക്കുകയാണ്. ആരെ? ഈ പറയുന്ന മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ യു തിങ്ക് ദാറ്റ് യു ആർ ബ്രില്യൻറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഫോം. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും സ്പോക്കൺ ഫോമുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ദാറ്റ് എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? യു തിങ്ക് ദാറ്റ് യു ആർ ബ്രില്യൻറ്റ്. ഇവിടെ യു തിങ്ക് എന്ന് പറയുന്നത് മെയിൻ ക്ലോസും ദാറ്റ് യു ആർ ബ്രില്യൻറ്റ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസുമാണ്. ഇവിടെ പൂർണ്ണമായ അർത്ഥം നൽകുന്നത് ഏത് ഭാഗമാണ്? ഈ ഭാഗമാണ്, മെയിൻ ക്ലോസ് ആണ്. ഇതില്ലാതെ, അതായത് ഈ മെയിൻ ക്ലോസ് ഇല്ലാതെ ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം പൂർണ്ണമാകത്തില്ല. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ദാറ്റ് യു ആർ ബ്രില്യൻറ്റ്, അതായത് നിങ്ങൾ ബ്രില്യൻ്റ് ആണെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അർത്ഥം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ആരെ ആശ്രയിച്ച് നിൽക്കുന്നത്? ഈ മെയിൻ ക്ലോസിനെ. അതുകൊണ്ട് ഇത് സബോർഡിനേറ്റ് ക്ലാസ് ആണ്. എന്നാൽ യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പൂർണ്ണമായ അർത്ഥമുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസ്സും വരുന്നതിന് നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയാം. അങ്ങനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് വരുമ്പോൾ പൊതുവേ നമ്മൾ ഏത് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം എഴുതേണ്ടത്? മെയിൻ ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ മെയിൻ ക്ലോസ് യു തിങ്ക് ആണ്. അതിനകത്ത് സഹായക്രിയ ഏതാണ്? ഡു ആണ്. ഡു പ്ലസ് തിങ്ക് ആണ്, തിങ്ക്. അപ്പോൾ ഇവിടെ സഹായക്രിയ ഡു ആണ്. ആ ഡു നമുക്ക് എടുത്തെഴുതാം. എന്നിട്ട് ഈ ഭാഗം ഇവിടെ നെഗറ്റീവ് വേർഡൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നോട്ടിൻ്റെ ചെറിയതുമായി ഇൻറ്റു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ യു, അപ്പം വരും ഡോണ്ട് യു എന്ന് വരും. അങ്ങനെ ഡോണ്ട് യു എന്ന് വന്നിരിക്കുന്ന ഭാഗം വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഡാഷ് ദാൻ മൈ ഫാദേഴ്സ്. ഇവിടെ നോക്കുക, ഫാസ്റ്റസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ്, ഫാസ്റ്റർ, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇവിടെ ദാൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇവിടെ എന്തേ വരാവൂ? കമ്പാരിറ്റീവ് ഡിഗ്രിയെ വരാവൂ. ഈ തന്നിരിക്കുന്നതിനകത്ത് കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്? ഫാസ്റ്ററാണ്. അതാണ് ഫാസ്റ്റർ. ഇതാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഐ വുഡ് ഹാവ് സെൻഡ് ഹെർ ആൻ ഇൻവിറ്റേഷൻ ഇഫ് ഐ ഡാഷ്. അപ്പോൾ അതായത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഇഫ് ക്ലോസ് ആണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. മെയിൻ ക്ലോസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഐ വുഡ് ഹാവ് സെൻഡ് ഹെർ ആൻ ഇൻവിറ്റേഷൻ. ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അപ്പോൾ അവിടെ നോക്കാം, അവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വുഡ് ഹാവ് പ്ലസ് V3 എന്ന് വരണമെങ്കിൽ നമ്മുടെ ഇഫ് ക്ലോസ് ഏത് ടെൻസ് ആയിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാഡ് പ്ലസ്
V3 ആണ്. എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ നോക്കുമ്പോൾ ഹാഡ് ഫൗണ്ട്, ഇത് കറക്റ്റാണ്, ഹാഡ് പ്ലസ് V3 ആണ്. ഇത് വരില്ല, ഇതും വരില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എ സഡൻ ഫിയർ ഗ്രിപ്പ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദ ഹൗസ്. ഇത് ഹാസ് എൻഡഡ് ആണോ, വിൽ എൻഡഡ് ആണോ, ഹാഡ് എൻഡഡ് ആണോ, ഹാസ് ബീൻ എൻഡഡ് ആണോ? അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഇവിടെ നോക്കുക, എ സഡൻ ഫിയർ ഗ്രിപ്പഡ് എന്ന് പറയുമ്പോൾ അത് V2 ഫോമാണ്. അതായത് സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നുവെച്ചാൽ പെട്ടെന്നൊരു ഭയം എന്നെ ഗ്രിപ്പ് ചെയ്തു. എന്ത് ഭയമാണ്? ദാറ്റ് എ തീഫ് ഡാഷ് ദ ഹൗസ്. ഈ പറയുന്ന വീട്ടിൽ ഒരു കള്ളൻ കയറിയോ, അല്ലെങ്കിൽ ആ കള്ളൻ കയറി എന്നൊരു എന്താണ് ഭയം എനിക്കുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭയം ഉണ്ടാകണമെങ്കിൽ എന്ത് ചിന്തിച്ചിട്ടുണ്ടാകണം? കള്ളൻ കയറിയെന്ന്. അങ്ങനെ കള്ളൻ കയറി എന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഭയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ കാലത്തിലെ രണ്ട് പ്രവൃത്തികളാണ്. അതിൽ ആദ്യം നടക്കാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇവിടെ ഭയക്കണമെങ്കിൽ കള്ളൻ കയറണം. അപ്പം ആദ്യം നടക്കാൻ സാധ്യതയുള്ളത് ഈ കള്ളൻ കയറുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. അപ്പം കഴിഞ്ഞ കാലത്തിൽ രണ്ട് പ്രവൃത്തികൾ, ആ രണ്ട് പ്രവൃത്തികൾക്കിടയിൽ കാലതാമസം ഉണ്ടെങ്കിൽ ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഗ്രിപ്പഡ് എന്ന് പറയുന്നത് രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ സിമ്പിൾ പാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അല്ലേ, ഈ കള്ളൻ കയറി എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവൃത്തിയാണ്. അപ്പോൾ അത് നമ്മൾ ഏത് ടെൻസിൽ എഴുതണം? പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഹാഡ് എൻഡഡ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഹാഡ് എൻഡഡ് എന്ന് പറയുന്നത് V3 ഫോമാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ചിൽഡ്രൻ ഓഫ് മൈ ഏജ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. ഈസ് വരുമോ, ഹാവ് വരുമോ, വിൽ വരുമോ, ഓർ വരുമോ? അപ്പോൾ ഇതെന്താണ്? കോൺകോർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുക, ഇവിടെ ചിൽഡ്രൻ ഓഫ് മൈ ഏജ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിലെ ഈ ഓഫിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് ഈ ഓഫുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഓഫിൻ്റെ വന്നിട്ട് അതിൻ്റെ അപ്പുറത്തിപ്പുറത്തും രണ്ട് ഭാഗങ്ങൾ കാണും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പൊതുവെ എന്താണ് ഓഫിന് തൊട്ട് മുമ്പുള്ളതിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്നാണ് അർത്ഥം. അപ്പോൾ അത് പ്ലൂറലാണ്. അത് പ്ലൂറലായ സ്ഥിതിക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് പ്ലൂറലായിട്ടുള്ള ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ പ്ലൂറലായിട്ടുള്ള ഫോം ഏതൊക്കെയാണ്? ഹാവും ആറുമാണ്. നമ്മൾ ഹാവിന് ശേഷം ING ഫോം ഉള്ള വെർബ് ഇടാറില്ല. ഓക്കെ, ഹാവിന് ശേഷം നമ്മൾ എന്ത് ചെയ്യത്തില്ല? ING ഫോം ഉള്ള വെർബ് എഴുതത്തില്ല. പക്ഷെ നമുക്ക് എഴുതാം എങ്ങനെ? ഹാവിന് ശേഷം ഒരു ബീൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഹാവ് ബീൻ എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ING ഫോം ഉള്ളത് എഴുതാം. എന്നാൽ ഇവിടെ ബീൻ ഇല്ല, ഹാവ് മാത്രമേ ഉള്ളൂ. അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ING ഫോം എഴുതാൻ പറ്റത്തില്ല. പകരം നമുക്ക് V3 ഫോം എഴുതാം. ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പകരം പാർട്ടിസിപ്പേറ്റഡ് എന്നുള്ള V3 ഫോമിലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഹാവ് എഴുതാമായിരുന്നു. എന്നാൽ ഇനി നമുക്ക് ആറ് എന്ന് പറയുന്നത് ബിയുടെ രൂപങ്ങളാണ്. അങ്ങനെ ബിയുടെ രൂപങ്ങളായ ഈസോ, ആമോ, ആറോ, വാസോ, വേവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർബിനോട് കൂടി ING ചേർക്കാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഏതാണ്? ഈ ആറാണ്. അപ്പം ആറാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. I can use my computer, a new operating system dash on it. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? I can use my computer. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ പ്രസൻറ്റിലെ കാര്യം ഈ പറയുന്നത്. കാരണം എന്താ? എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസിലെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷനിൽ പ്രസന്റ് ടെൻസിലുള്ളതായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് എന്ന് പറയുമ്പോൾ അത് V2 ഫോം ആണ്. ദാറ്റ് മീൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്, അതും പറ്റത്തില്ല. പിന്നെ നോക്കാം ഈസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഈസ് ബീയിങ് പ്ലസ് V3 ഇതെന്ന് പറയുന്നത് പാസീവ് ഫോം ആണ്. എങ്ങനെയായാലും ഇതെന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസിൽ പറയുന്നത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഏത്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. കാരണം എന്താ?
ഈസ് എന്ന് വന്നു, ഈസ് പ്രസന്റ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ പ്രസന്റ് ആകും. അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ ഇഡിയം ടു ക്യാച്ച് എ ടാറ്റർ മീൻസ്. ടു ക്യാച്ച് എ ടാറ്റർ എന്ന് പറയുന്ന ആ ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന ആ ചോദ്യം എന്താണ്? ടു ക്യാച്ച് എ ഡേഞ്ചറസ് പേഴ്സൺ ആണ്. ടു ക്യാച്ച് എ ഡേഞ്ചറസ് പേഴ്സൺ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദോസ് ഗിവൺ ബിലോ. അത് മെനോവർ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? എളുപ്പമാർഗം എന്താ? നമ്മൾ മാൻ എന്ന് ചിന്തിക്കുക, കൊടുക്കുക, എന്നിട്ട് VER. അപ്പം മാൻ EUVER. അപ്പം മെനോവർ എന്ന് വരും. ഓക്കെ, അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ മാൻ EUVER. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. സിയാൻ ഡിഡൻറ്റ് ഗെറ്റ് ഡാഷ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇവിടെ എന്താ? അതായത് കഴിഞ്ഞ രാത്രി സിയാന് മതിയാകുന്ന ഉറക്കം കിട്ടിയില്ലെന്നാണ്. അപ്പോൾ ഇവിടെ മച്ച് ഉപയോഗിക്കുമ്പോൾ, മെനി ഉപയോഗിക്കുമ്പോൾ, മോർ ഉപയോഗിക്കുമ്പോൾ, മോസ്റ്റ് ഉപയോഗിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോറും മോസ്റ്റും നമ്മൾ എന്തിനെങ്കിലും കമ്പയർ ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് നമുക്ക് മോർ ഉപയോഗിക്കാം, സൂപ്പർലേറ്റീവ് ആയിട്ട് നമ്മൾ മോസ്റ്റ് ഉപയോഗിക്കാം. നമ്മൾ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുന്നപ്പോഴാണ് നമ്മൾ എന്തിനെങ്കിലും കുറിച്ചൊക്കെ താരതമ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ഇവിടെ താരതമ്യം ചെയ്യുന്നില്ല. നമ്മൾ സ്ലീപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അത് വേറെ ഒന്നുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മോറും മോസ്റ്റും വേണ്ട. ഇനി നമ്മുടെ കയ്യിലുള്ളത് മച്ചും മെനിയുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെനി എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിളിൻ്റെ കൂടെ ചേർക്കുന്നതാണ് മെനി. ഇവിടെ സ്ലീപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് എന്തല്ല? കൗണ്ടബിൾ അല്ല, അത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മച്ച് ഉപയോഗിക്കാം. കാരണം മച്ച് നമുക്ക് അൺകൗണ്ടബിളിൻ്റെ കൂടെ ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ സ്ലീപ്പ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് മച്ച് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരും, സിയാൻ ഡിഡൻറ്റ് ഗെറ്റ് മച്ച് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എന്ന് വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കുക, ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു സ്നിയർ. സ്നിയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കണ്ടംപ്റ്റ് എന്നാണ്. എന്താണ്? കണ്ടംപ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പരീക്ഷകൾക്കായി നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.